സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ന്യൂ SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്? ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1897 അമരാവതി സമ്മേളനത്തിലാണ്. ഏത് വർഷമാണ്? 1897 സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു? എവിടത്തെയാണ്? ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ എന്നിവരാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ. 1885 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 1885 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 72 പേരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 72 പേർ. 1885 ബോംബെയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. 1885 ബോംബെയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? 1885 ബോംബെയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? WC ബാനർജി. ഓപ്ഷൻ എ ആണ് ഉത്തരം. WC ബാനർജി ആയിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെ മലയാളി ആര്? സർ സി ശങ്കരൻ നായർ ആണ്. ഓപ്ഷൻ ബി, സർ സി ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 1905 ഒക്ടോബർ 16. 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയില് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ചുവടെ പറയുന്നവരിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ദാദാബായ് നവറോജി. ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം ഏതാണ്? ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? 1946 ഡിസംബർ 6
1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 389. 1947 വിഭജനത്തിനും സ്വാതന്ത്ര്യലബ്ധിക്കും ശേഷം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയായിട്ട് പുനഃസംഘടിപ്പിച്ചു? 1947 വിഭജനത്തിനും സ്വാതന്ത്ര്യലബ്ധിക്കും ശേഷം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങളായിട്ടാണ്, അംഗസംഖ്യ എത്രയായിട്ടാണ് പുനഃസംഘടിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 299 അംഗങ്ങളാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ ആയിരുന്നത്, 299. അടുത്ത ചോദ്യം, പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ്? പൗര അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ മഗ്ന കാട്ടയാണ്. മഗ്ന കാട്ട. ഏത് വർഷത്തിലാണ് മഗ്ന കാട്ട ഒപ്പുവെക്കപ്പെട്ടത്? മഗ്ന കാട്ട ഒപ്പുവെക്കപ്പെട്ട വർഷം ഏതാണ്? 1215. 1215 മഗ്ന കാട്ട ഒപ്പുവെക്കപ്പെട്ടത്. മഗ്ന കാട്ട ഒപ്പുവെച്ച ഇംഗ്ലീഷ് രാജാവ് ആരായിരുന്നു? മഗ്ന കാട്ട ഒപ്പുവെച്ച ഇംഗ്ലീഷ് രാജാവ് ജോൺ രാജാവ്. ജോൺ രാജാവ് 1215 മഗ്ന കാട്ട ഒപ്പുവെച്ചത്. മഗ്ന കാട്ട രൂപം കൊണ്ടത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാലോ? മഗ്ന കാട്ട രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? ബ്രിട്ടനിലാണ്. ബ്രിട്ടനിലാണ് മഗ്ന കാട്ട രൂപം കൊണ്ടത്. ബ്രിട്ടൻ. ലാറ്റിൻ പദമായ മഗ്ന കാട്ട എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? മഗ്ന കാട്ട എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? വലിയ പ്രമാണം എന്നാണ്. മഗ്ന കാട്ട എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം വലിയ പ്രമാണം. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭാഗം 3 ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്ന പ്രധാന മൗലിക അവകാശം എന്താണ്? അനുച്ഛേദം 19 മുതൽ 22 വരെ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ചത്. 86ാം ഭേദഗതി.
വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ഭേദഗതി 86ാമത്തെ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 86ാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 2002 ഓപ്ഷൻ എ ആണ് ഉത്തരം, 2002. 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ പുതുതായിട്ട് ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? 86ാമത്തെ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ പുതുതായിട്ട് ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. അനുച്ഛേദം 21A. 86ാം ഭേദഗതി പ്രകാരം എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? 86ാമത്തെ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആര്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് 1821 ആരംഭിച്ച ബംഗാളി വാരിക ഏതാണ്? രാജാറാം മോഹൻ റോയ് 1821 ആരംഭിച്ച ബംഗാളി വാരിക സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഏത് ഭാഷയിലുള്ളതാണ്? ബംഗാളി ഭാഷയിലുള്ളതാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളും അവയുടെ ഭാഷകളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി. ഉത്തരം ഓപ്ഷൻ സി ആണ്. മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ചതാണ് മിറാദ് ഉൽ അക്ബർ. ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. 1867 ബോംബെയിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? 1867 ബോംബെയിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആര്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആത്മാറാം പാണ്ഡുരംഗ്. തിരുവിതാംകൂർ സൈന്യവും ഡച്ച് പടയും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത്? തിരുവിതാംകൂർ സൈന്യവും ഡച്ച് പടയും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്നത് 1741. 1741. ഭൂമിയുടെ അച്ചുതണ്ട് അതിൻ്റെ പരിക്രമണ പാതയുടെ ലംബത്തിൽ നിന്നും എത്ര ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്? ഭൂമിയുടെ അച്ചുതണ്ട് അതിൻ്റെ പരിക്രമണ പാതയുടെ ലംബത്തിൽ നിന്നും എത്ര ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത്? 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. സൗരയൂഥത്തിലെ ഭൂരിഭാഗം ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുമ്പോൾ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേവ? സൗരയൂഥത്തിലെ ഭൂരിഭാഗം ഗ്രഹങ്ങളും പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. എന്നാൽ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏവ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശുക്രനും യുറാനസുമാണ്. ശുക്രനും യുറാനസുമാണ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ. ശുക്രൻ, യുറാനസ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ സ്വയം ഭ്രമണം പൂർത്തിയാക്കാൻ കൃത്യമായി എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ സ്വയം ഭ്രമണം പൂർത്തിയാക്കാൻ കൃത്യമായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയിൽ പ്രകാശമുള്ള ഭാഗത്തെയും അതായത് പകലിനെയും ഇരുണ്ട ഭാഗത്തെ അതായത് രാത്രിയെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേര്? ഭൂമിയിൽ പ്രകാശമുള്ള ഭാഗത്തെയും അതുപോലെ ഇരുണ്ട ഭാഗത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് പ്രകാശവൃത്തം. പ്രകാശവൃത്തം.
ഭൂമിയുടെ ഭ്രമണം കാരണം ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക്, അതായത് വായു, സമുദ്രജലം എന്നിവ ദിശാവ്യതിയാനം ഉണ്ടാക്കുന്ന ബലമേതാണ്? ഭൂമിയുടെ ഭ്രമണം കാരണം ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്ന ബലം ഏതാണ്? കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലമാണ് ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്നത്. കോറിയോലിസ് ബലം. കോറിയോലിസ് പ്രഭാവം മൂലം വായുപ്രവാഹങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിയമം ഏതാണ്? കോറിയോലിസ് പ്രഭാവം മൂലം വായുപ്രവാഹങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിയമം ഏതാണ്? ഫെറൽ നിയമമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫെറൽ നിയമം. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ ആകെ എത്ര സമയ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു? ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. 24 സമയ മേഖലകൾ. രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ചരിത്ര പ്രസിദ്ധമായ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ചരിത്ര പ്രസിദ്ധമായ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2010 ജന്തർ മന്ദിർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2010. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 1 ഡിഗ്രി രേഖാംശം കറങ്ങി തീർക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 1 ഡിഗ്രി രേഖാംശം കറങ്ങി തീർക്കാൻ എടുക്കുന്ന സമയം 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തി, ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തി അറിയപ്പെടുന്നത് അറോറ ഓസ്ട്രാലിസ് എന്നാണ്. അറോറ ഓസ്ട്രാലിസ് എവിടെയാണ്? ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയാണ് അറോറ ഓസ്ട്രാലിസ്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര്? ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയാണ് അറോറ ബോറിയാലിസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അറോറ ബോറിയാലിസ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ടാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നതും കുത്തനെയുള്ള ചരിവുകളുള്ളതുമായ ഭൂവിഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നതും കുത്തനെയുള്ള ചരിവുകളുള്ളതുമായ ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പർവ്വതങ്ങൾ. എത്ര മീറ്ററിന് മുകളിലാണ്? 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നതും കുത്തനെയുള്ള ചരിവുകളുള്ളതുമായ ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ പാർശ്വിക മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെടുന്ന പർവ്വതങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ പാർശ്വിക മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, മടക്കു പർവ്വതങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഏതാണ്? ഹിമാലയം. ഹിമാലയ പർവ്വതങ്ങൾ രൂപപ്പെട്ടത് ഏത് സമുദ്രം ഇല്ലാതായതോടുകൂടിയാണ്? ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് ഏത് സമുദ്രം ഇല്ലാതായതിലൂടെയാണ്? ടെത്തീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടെത്തീസ് സമുദ്രം ഇല്ലാതായതോടുകൂടിയാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. ടെത്തീസ്.
നദികളുടെ അപരദന പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ആഴമേറിയതും കുത്തനെയുള്ള വശങ്ങളോട് കൂടിയതും ഇടുങ്ങിയ താഴ്വരകളെ വിളിക്കുന്ന പേര്. നദികളുടെ അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ആഴമേറിയതും കുത്തനെയുള്ള അല്ലെങ്കിൽ ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഇടുങ്ങിയ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഗിരികന്ധരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗിരികന്ധരങ്ങൾ. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം അനുസരിച്ച് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളേവ? മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? കാളി, ടീസ്റ്റ എന്നിവയാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. കാളി, ടീസ്റ്റ എന്നിവയാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചുരം ഏതാണ്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചുരം ബനിഹാൽ ചുരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 9 പ്രധാനപ്പെട്ട SSCRT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്